ഇന്ന് നമ്മളെ ഇവിടുത്തെ വണ്ടി ഇന്നോവനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 5 മോഡൽ ഇന്നോവയാണ്. അത് കൺവേർട്ട് ചെയ്ത് 4th ജനറേഷൻ ആക്കിയതാണ്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റിംഗ് ടെയിൽ ലാമ്പ്, പിന്നെ ആഫ്റ്റർ മാർക്കറ്റിംഗ് ഫോഗ് ലാമ്പ്, പിന്നെ ആഫ്റ്റർ മാർക്കറ്റിംഗ് ബമ്പർ, പിന്നെ ആഫ്റ്റർ മാർക്കറ്റിംഗ് ഗ്രില്ല്, പിന്നെ ലോഗോ ഇതിന് ചെറുതാക്കി. പിന്നെ ടയർ മറ്റേ ടോയോൻ്റെ ടയറാണ്, മാറ്റണം. പൊളി ടയറാണിത്. പിന്നെ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇത് പിന്നെ കളറ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ ഫുള്ളി മോഡിഫിക്കേഷൻ ആണ്. ഇത് കട്ടിങ് വരുന്ന ലൈറ്റാണ്. 99. പിന്നെ ഇവിടുത്തെ ലോഗോ ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഇന്നോവ എന്ന് പറയുന്ന ബാഡ്ജിങ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റിംഗ് ബ്രേക്ക് ലൈറ്റ് ആണ്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റിംഗ് മറ്റേ ബമ്പറാണ്. പിന്നെ അതിൻ്റെ കൂടെയും മറ്റേ ലൈൻ ലൈറ്റ് ഉണ്ട് മറ്റേ. പിന്നെ മറ്റേ സൈലൻസർ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ഇന്നോവ. പിന്നെ നമ്മൾ അപ്പോൾ ഗൈസ് ഈ റിമോട്ടിന് ബാറ്ററി ഇല്ല, അത് തീർന്നു പോയി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കണം. അപ്പോൾ ലോക്ക് തുറക്കും. അപ്പോൾ ഗൈസ് നമ്മളുടെ ഇന്നോവയുടെ ഇൻറ്റീരിയലാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ അപ്പുറത്തൂടെ കയറുകയാണ്. ഇതാണ് നമ്മളുടെ ഇന്നോവ. പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, കഴുകണം. അപ്പോൾ സീറ്റ് മാറ്റിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് 2001 മോഡൽ സ്ക്രീനാണ്, LED. പിന്നെ ഇവിടെ ടൈം കാണിക്കും. പിന്നെ ഇവിടെ AC മറ്റേ മോഡ്, കാൽമൽ വരണമെങ്കിൽ പിന്നെ കാലിന് മാത്രം ഗൈസ്. പിന്നെ ഇത് ഓഫ് ഓൺ ബട്ടൺ. പിന്നെ ഇത് കൂളൊക്കെ ആക്കാൻ. പിന്നെ ഇത് ഗിയർ 1 2 3 4 5 റിവേഴ്സ്. പിന്നെ ഇത് മറ്റേ 2001 മോഡലത്തെ സ്റ്റിയറിംഗ് ആണ്, എന്നാൽ ബ്ലാക്ക് അടിച്ചെന്നുള്ളൂ. ഈ ലെതർ ടൈപ്പ് പുതിയ വെച്ചതാണ്. പിന്നെ ഇത് ബ്ലാക്കിങ് ആക്കിയതാണ്. പിന്നെ മാനുവലാണ്. പിന്നെ സ്പീഡോമീറ്റർ, ഗിയർ മാറ്റുന്നത്, പിന്നെ ഫ്യൂവല്, പിന്നെ ഫുള്ളി മോഡിഫൈഡ് ആണ്. ഇതാണ് ബ്രേക്ക്. പിന്നെ പുതിയ 4 സ്പീക്കർ ഉണ്ട്. ഇനിയിപ്പം നല്ല ബാസുള്ള സ്പീക്കറാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഡോറ് ബെൻഡായി തോന്നുന്നു. നമുക്ക് ഓക്കെ, ഡോറ് തുറന്നിരിക്കുന്നു. അപ്പം ഇവിടെ മറ്റേ ലെതർ പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്ലാക്കിങ് ആണ്. പിന്നെ പുതിയ സീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം അതിൻ്റെ ബാക്കിലേക്ക് പോവാം. ഗൈസ് പുതിയ വൈപ്പറാണ്, നല്ലോണം തുണക്കാൻ. അപ്പോൾ ഗൈസ് ഇതാണ് ബേക്ക്. നല്ല ഫുള്ളി ബാസഡായിട്ടുള്ള ഇത് വച്ചിട്ടുണ്ട്. ഇതാണ് ബേക്ക്. ഓക്കെ, ഇത്രയാണ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഡിക്കി സ്പേസ് ഫോളോ കൂടി പോയി ഗൈസ്. ഡിക്കി സ്പേസ് തുറന്നു നോക്കാം. അറിയില്ല, തുറന്നു നോക്കാം. ഓക്കെ, ഡിക്കി സ്പേസ് ഇത്രയേ വരുന്നുണ്ട്. പിന്നെ ഈ സീറ്റ് മടക്കിയാൽ കുറേ കിട്ടും ഡിക്കി സ്പേസ്. ഗൈസ് ഇതാണ് നമ്മളുടെ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഈ വണ്ടിക്ക്. എല്ലാ വണ്ടിക്കും ഇവിടെയൊക്കെ AC വരിക, എന്നാൽ ഈ വണ്ടിക്ക് ബാക്കിൽ ഇവിടെയാണ് വരിക AC. ഓക്കെ, പിന്നെ ഇതൊന്നും മാറ്റിക്കില്ല, ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഞാൻ ലൈറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളുടെ നീല ലൈറ്റ്, ഹെഡ്ലൈറ്റ് കാണിച്ച്. അപ്പോൾ ഗൈസ് നമ്മളുടെ ആനയാണിത്. ഗൈസ് ഇതാണ് ലൈറ്റ്. ഫോഗുണ്ട് ഗൈസ്, ഫോഗ് ലൈറ്റ്, ലാമ്പ്. അപ്പോൾ പിന്നെ വേറെ ബേക്കിലത്തെ ലൈറ്റ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ഇന്നോവ.
ഫുള്ള് കട്ടിങ് ആയി ഫുള്ളി മോഡിഫൈഡ് ആയ വണ്ടിയാണ് ഗൈസ്. നല്ല രസമില്ലേ ഗൈസ് കാണാൻ? അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ വണ്ടി. ഇത്രയൊക്കെയാണ് കാണിക്കാനുള്ളൂ. പിന്നെ സീറ്റ് ബെൽറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ് ഇതൊക്കെ മാറ്റണം. പിന്നെ റൂഫ് ഹെഡ് മാറ്റണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ടാറ്റ ആൻഡ് ബൈ. ഇതാണ് നമ്മളുടെ കാറ്. ഓക്കെ ഗൈസ്.